മക്കളെ അപ്പോൾ ക്ലാസ് 9 CBSE 10 CBSE വരുന്ന സമയത്ത് ബോർഡ് എക്സാം ഉള്ളത് കൊണ്ട് തന്നെ റെഫർ ചെയ്യേണ്ട ബുക്ക് എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അപ്പോൾ ഏത് ബുക്ക് റെഫർ ചെയ്യുന്ന മക്കൾ എന്ത് ചെയ്യേണ്ട, ഇനി ചിന്തിച്ച് സമയം പോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ സംശയങ്ങൾക്കും ഉത്തരമാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൽ ഏതൊക്കെ ബുക്കാണെന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പരിശോധിക്കാം അല്ലേ. ടോട്ടൽ 6 ബുക്കാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങൾ കാണുമായിരിക്കും മാത്തമാറ്റിക്സിന് നമുക്ക് 2 ബുക്കായിട്ടാണ് വരുന്നത്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആണ്. അപ്പോൾ നമ്മുടെ ബോർഡ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആവശ്യമുള്ളത് എന്തൊക്കെയാണോ അതൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബുക്ക് തന്നെയാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്നത്. അതായത് നിങ്ങൾക്ക് ആവശ്യം എന്ന് പറയുന്നത് MCQs ആയിക്കോട്ടെ, അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് എന്താണ് ഒറ്റ ബുക്കിൽ ഇവിടെ കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ ഫസ്റ്റ് കാണുന്ന പോലെ തന്നെ 1400-ലധികം ക്വസ്റ്റ്യൻസ് ആണ് മക്കളെ, 1400-ലധികം സോൾവ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ബുക്കിലുള്ളത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം, ഏതൊരു ബുക്ക് എടുത്തു കഴിഞ്ഞാലും അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാറില്ല അല്ലേ. പക്ഷേ ഈ ഒരു ബുക്കിൽ 2025 ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ അതിൻ്റെ സൊല്യൂഷൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. നമ്മുടെ ബുക്ക് തുറക്കുന്ന സമയത്ത് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ വരുന്ന ചാപ്റ്ററിൻ്റെ ഏറ്റവും മേൽഭാഗത്തുള്ള ഒരു QR കോഡ് മക്കൾ സ്കാൻ ചെയ്യുവാണെങ്കിൽ ആ 2025 ബോർഡ് എക്സാമിൻ്റെ സൊല്യൂഷൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീഡിയോ ആയിട്ട് വിസിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഓരോ ടോപ്പിക്കും എന്താണ് ഡിഫറെൻറ്റ് ടോപ്പിക്കുകളായിട്ട് തിരിച്ചുകൊണ്ട് ഓരോ ടോപ്പിക്കിൻ്റെ അണ്ടറിലും എന്താണ് NCERTയിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക് കഴിയുന്ന സമയത്ത് PYQ കോർണർ, ആ ഭാഗത്തു നിന്നുള്ള എല്ലാ PYQ ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തുന്ന PYQ കോർണർ ഉണ്ട്. ആ ഭാഗത്തു നിന്നുള്ള എല്ലാ MCQസും വരുന്ന MCQ കോർണർ ഉണ്ട്. ചാപ്റ്ററിൻ്റെ അവസാനം നമുക്ക് എന്തുണ്ട്, ഈ പറഞ്ഞതുപോലെ തന്നെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവസാനത്തേക്ക് വരുമ്പോൾ നമുക്ക് ഏറ്റവും ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ഫോമിൽ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മളെല്ലാവരും തന്നെ. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് പേജിൽ മൈൻഡ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ചാപ്റ്ററിൽ എന്തൊക്കെ ഉണ്ടാവും മക്കളെ, അതൊക്കെ എന്താണ് ഒറ്റ പേപ്പറിലായിട്ട് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചാപ്റ്റർ റിവൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ഒരു പേപ്പർ മാത്രം നോക്കിയാൽ മതിയായിരിക്കും. അത്തരത്തിൽ മക്കളെ നിങ്ങൾക്ക് ഭയങ്കര ഇതിൽ ഹെൽപ്ഫുൾ ആയിരിക്കും ബുക്ക് തന്നെയായിരിക്കും നമ്മുടെ ഈ ഒരു സ്ഥലത്തിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഇനി മാത്സ് മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള എല്ലാ ബുക്കും ഇതുപോലെ തന്നെയാണ്. ഇങ്ങോട്ടേക്ക് വരുന്നത് ഫിസിക്സിലേക്കാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള NCERT ക്വസ്റ്റ്യൻസ് നമ്മൾ ഒട്ടും കോംപ്രമൈസ് ഇല്ല. NCERT ക്വസ്റ്റ്യൻസ് നമുക്ക് ആവശ്യമുണ്ട്, കൂടെ PYQസും ആവശ്യമുണ്ട്. സോ NCERT കോർണർ ഉണ്ട്. നമ്മുടെ അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോമ്പറ്റേറ്റീവ് ലെവലിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, പിന്നെ എല്ലാ രീതിയിലുള്ള മക്കൾക്ക് എന്തുണ്ട്, എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലുള്ളത്. ഫിസിക്സ് കഴിഞ്ഞ് ബയോളജി ആണെങ്കിലും നമുക്ക് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് തിയറീസ് പറയുന്ന ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഏറ്റവും ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് വരുന്നത് കെമിസ്ട്രി ആണെങ്കിലും കെമിസ്ട്രി ഇതേ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും എന്തുണ്ട് ബുക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം എന്ത് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് മുന്നിൽ എടുത്ത് കാണിക്കുന്നില്ല. എല്ലാ ബുക്കിൻ്റെയും സബ്ജക്റ്റ് ബേസ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കോണ്ടന്റ് ബേസ്ഡ് വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, ഉടൻ തന്നെ ചാനൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം മറക്കണ്ട, നിങ്ങൾ ഒട്ടും വൈകാതെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ബുക്ക് പർച്ചേസ് ചെയ്യുക. ഈ ഒരു 6 ബുക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത് വെറും 1500 രൂപയ്ക്കാണ്. മക്കൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ Xylem Learning ആപ്പ് എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, Xylem സ്റ്റോർ വിസിറ്റ് ചെയ്യുക, ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. ഇതിൽ ഒരു സെറ്റായിട്ട് 6 ബുക്കായിട്ടായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ.